2024 ഡിസംബർ 28 നടക്കുന്ന ഇടവക ദിന, മതബോധന ദിന, കുടുംബ യൂണിറ്റ് വാർഷികം എന്നിവയോടനുബന്ധിച്ച് തയ്യാറാക്കിയ മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ഇടവകയിലെ വിവിധ സംഘടനകളുടെ ഏകോപന സമിതി റിപ്പോർട്ട്. അവശതയിലിരിക്കുന്ന അവരിലേക്ക് സഹായം എത്തിക്കുന്നതിനായി നമ്മുടെ ഇടവകയിൽ വിൻസെൻ്റ് ഇപ്പോൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. ദത്ത് കുടുംബങ്ങൾക്കും 3 വിധവകൾക്കും കോൺഫറൻസ് സഹായിച്ചു വരുന്നു. പെസഹ കാലത്ത് രോഗികൾക്കായി, വീട്ടിൽ കഴിയുന്നവർക്കും 70 വയസ്സിന് മുകളിലുള്ളവർക്കായി വിശുദ്ധ കുർബാന, വിശുദ്ധ കുംഭസാരം, സ്നേഹവിരുന്ന്, ഉപഹാര സമർപ്പണം എന്നിവ നൽകി വരുന്നു. മോൺസിനോർ ആൻ്റണി മാളിയേക്കൽ ഫണ്ട്, അമല ക്യാൻസർ സഹായം, പുതുതായി തുടങ്ങിയ കാരുണ്യ സ്പർശനം എല്ലാം ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. CCയുടെ സഹായത്തോടെ പരിശീലനരഹിത വായ്പയിൽ 14 വനിതകൾക്ക് തയ്യൽ മിഷനുകൾ വിതരണം ചെയ്തു. ക്രിസ്തുരാജ ദേവാലയത്തിൽ KLM സംഘടന നന്നായി പ്രവർത്തിച്ചു വരുന്നു. ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കായുള്ള പരസ്പര സഹായം എന്ന പദ്ധതി ആരംഭിച്ച് ആവശ്യമുള്ളവർക്ക് നൽകുന്നു. 2024 മെയ് മാസത്തിൽ വേളാങ്കണ്ണി ട്രിപ്പ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നടത്തി. ജൂൺ മാസത്തിൽ ഇടവകയിലെ ജാതി മതഭേദമന്യേ എല്ലാവർക്കും വമ്പിച്ച ആനുകൂല്യങ്ങളോടെ ഗൃഹോപകരണങ്ങൾ നൽകുന്ന രീതിയിൽ വേണുസായി സഹകരിച്ച് വായ്പാ വിതരണം നടത്തുകയുണ്ടായി. KLM അംഗങ്ങൾക്ക് ക്ഷേമനിധി, മരണഫണ്ട് എന്നീ പദ്ധതികൾ ആരംഭിച്ചു. നമ്മുടെ ഇടവകയിലെ അമ്മമാർ ഉൾക്കൊള്ളുന്ന മാതൃവേദി വളരെ നന്നായി തന്നെ പ്രവർത്തിച്ചു പോകുന്നു. നോമ്പുകാലത്ത് കുരിശിൻ്റെ വഴി, ആതുരാലയ സന്ദർശനം, രോഗി സന്ദർശനം, വണക്കമാസാചരണം, മാതൃവേദി ദിനാചരണം, ആഴ്ചതോറും പള്ളി ക്ലീനിങ് എന്നിവ നടത്തിവരുന്നു. ഓണത്തോടനുബന്ധിച്ച് അച്ചാറുണ്ടാക്കി വിൽപ്പന, തിരുനാളിനോടനുബന്ധിച്ച് പലഹാര വിൽപ്പന, ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്ക് വിൽപ്പന എന്നിവ നടത്തി കിട്ടുന്ന ലാഭം പള്ളിയിലേക്ക് നൽകുന്നു. കുഞ്ഞു പൈതങ്ങളുടെ എഴുത്തിനിരുത്തൽ മുടങ്ങാതെ മീറ്റിങ്ങിന് വരുന്ന അമ്മമാർക്ക് സമ്മാനം, SSLC+2 വിജയികളായ മാതൃവേദി അംഗങ്ങളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡ് എന്നിവ നൽകി വരുന്നു. ലഹരി വിമുക്ത ഇടവകയായി മദ്യവിരുദ്ധ സമിതി നമ്മുടെ ഇടവകയിൽ പ്രവർത്തിച്ചു വരുന്നു. 13 യൂണിറ്റുകളിൽ നിന്ന് ഓരോ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. ഓരോ കുടുംബങ്ങളിലും പോയി സന്ദേശം നൽകുകയും സ്റ്റിക്കർ ഒട്ടിക്കുകയും KCBC ലഹരി മദ്യവിരുദ്ധ തൃശ്ശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ 22/12/2024 ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിച്ചു. വിധവകളായ അമ്മമാരെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി നമ്മുടെ ഇടവകയിൽ നവോമി എന്ന ഗ്രൂപ്പ് പ്രവർത്തിച്ചു വരുന്നു. കാരുണ്യഭവനങ്ങൾ സന്ദർശിക്കുകയും ഇടവകയിൽ മരിച്ചുപോയവരുടെ വീടുകളിൽ പോയി പ്രാർത്ഥിക്കുകയും നവംബർ മാസത്തിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയും ഒപ്പീസ് ചെല്ലുകയും ചെയ്യുന്നു. നവമാധ്യമങ്ങളിലൂടെ പള്ളികളുടെ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മീഡിയ സെൽ രൂപീകരിക്കുകയുണ്ടായി. പള്ളി വാർത്ത ബുള്ളറ്റ് ആരംഭിക്കുകയും അതിൻ്റെ പേര് മത്സരത്തിലൂടെ കണ്ടെത്തി രാജധാനി ന്യൂസ് എന്നാക്കി. ഇപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയിലും വൈകിട്ട് 7 മണിക്ക് ന്യൂസ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. പള്ളിയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഹെവൻലി ബ്ലിസ് എന്നാക്കി മാറ്റി. ഇത് പള്ളി വാർത്തയുടെയും പ്രധാന സംഭവങ്ങളുടെയും കേന്ദ്രമാവുകയും ചെയ്തു. ഓൺലൈൻ വീഡിയോ മത്സരങ്ങൾ, വീട്ടിലെ ഓണം, മരിയൻ വോയ്സ് എന്നിവ സംഘടിപ്പിച്ചു. കുത്തിത്തിരിപ്പ് എന്ന വെബ് സീരീസ് വഴി പുതുമുഖ അഭിനേതാക്കളെ കണ്ടെത്താനായി. ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് നമ്മുടെ ഇടവകയിൽ ദർശന സഭ ആരംഭിച്ചു. എല്ലാ മാസവും 3-ാമത്തെ ആഴ്ച ആദ്യ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകി വരുന്നു. ഇടവകയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ KCYM വളരെ നന്നായി മുന്നോട്ട് പോകുന്നു. 2024 ആഗസ്റ്റ് 15 മാതാവിൻ്റെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് KCYMൻ്റെ നേതൃത്വത്തിൽ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഷൂട്ടൗട്ട് മത്സരവും, ഓണത്തിനോടനുബന്ധിച്ച് യൂണിറ്റ് അടിസ്ഥാനത്തിൽ വടംവലി മത്സരവും മറ്റ് മത്സരങ്ങളും സംഘടിപ്പിക്കുകയുണ്ടായി. പാടുന്നവർ ഇരട്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്കും മറ്റ് പ്രാർത്ഥനകൾക്കും കൂടുതൽ സജീവമായും ഉണർവോടെയും പങ്കെടുക്കാൻ നമ്മുടെ ഇടവകയിലെ ഗായക സംഘം ശ്രമിച്ചിട്ടുണ്ട്. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് അവർ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു.
പ്രാർത്ഥന, പ്രവർത്തനം, പഠനം എന്നിവ തുല്യതയോടെ ചെയ്തു പോകുന്ന സംഘടനയാണ് CLC. മരിയൻ ഭക്തി നിലനിർത്തുന്നതിനായി എല്ലാ മാസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഒക്ടോബർ മാസത്തിൽ ജപമാല നിർമ്മിച്ച് ദേവാലയത്തിൽ സമർപ്പിക്കുകയുണ്ടായി. CLCയുടെ ഫണ്ട് ശേഖരണത്തിനായി എല്ലാ വർഷവും നടത്താറുള്ള വേസ്റ്റ് കളക്ഷൻ നടത്തി വരുന്നു. ഓണത്തിനോടനുബന്ധിച്ച് പായസമേള നടത്തി. നവംബർ മാസത്തിൽ CLCയുടെ നേതൃത്വത്തിൽ ഗ്രോട്ടോ പെയിൻറ്റിംഗ് നടത്തി. 2024 മരിയോത്സവത്തിൽ പങ്കെടുത്ത് ഓവറോൾ കരസ്ഥമാക്കുകയും അതിരൂപത തലത്തിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. ജൂനിയർ CLC കഴിഞ്ഞ വർഷങ്ങളിൽ ധാരാളം ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ച് LP UP തലത്തിൽ ഡ്രോയിങ് മത്സരം നടത്തി. ജൂലൈ 23 പ്രായമായവരുടെ ദിനത്തോടനുബന്ധിച്ച് 12 യൂണിറ്റിലും വയസ്സായ ദമ്പതികളെ കണ്ടെത്തി അവരുടെ വീട്ടിൽ ചെന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. ആഗസ്റ്റ് 15 സ്വർഗാരൂപിത മാതാവിൻ്റെ ദൃശ്യാവിഷ്കാരം നടത്തി. ഫണ്ട് ശേഖരണാർത്ഥം ബിരിയാണി കിറ്റ് വിതരണം നടത്തി. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ് ദേവാലയത്തിലെ അൾത്താര ശുശ്രൂഷകാർ വളരെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചു വരുന്നു. അനുദിന ദിവ്യബലിയിലെ ശുശ്രൂഷകൾക്കും വായനകൾക്കും കുട്ടികൾ നേതൃത്വം നൽകി വരുന്നുണ്ട്. തിരുനാളിനോടനുബന്ധിച്ച് ഐസ്ക്രീം സ്റ്റാൾ നടത്തുകയും ക്രിസ്മസ് അവസരത്തിൽ ഉണ്ണിയേശുവിനെയും കൊണ്ട് കരോൾ നടത്തുകയും ചെയ്തു വരുന്നു. മുണ്ടത്തിക്കോട് ഇടവകയിലെ തിരുബാലസഖ്യം കുട്ടികൾ വളരെ തീക്ഷ്ണതയോടെ പ്രവർത്തിച്ചു വരുന്നു. എല്ലാ ശനിയാഴ്ചയിലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഒരുമിച്ച് കൂടുന്നു. ഓരോ മാസത്തിലെ പ്രത്യേകതകൾ അനുസരിച്ച് വിശുദ്ധരെ പരിചയപ്പെടുത്തൽ, കഥ, ആക്ഷൻ സോങ്, തിരുവചന പഠനം, സുഹൃത ജപം, കളി എന്നിവ നടത്തിവരുന്നു. ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ ഭാഗമായി അതിരൂപത തലത്തിലും ഫൊറോന തലത്തിലും നടത്തുന്ന മത്സരങ്ങളിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുത്ത് സമ്മാനങ്ങൾ കരസ്ഥമാക്കി. ഇത്തവണ വേലൂർ ഫൊറോന തല മത്സരത്തിൽ 3ാം സ്ഥാനം നമ്മുടെ ഇടവകയ്ക്ക് സ്വന്തമായി. എല്ലാ സംഘടനാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛനും സിസ്റ്റേഴ്സിനും എല്ലാ ഭാരവാഹികൾക്കും സഹകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയിലെല്ലാവർക്കും സർവോപരി സർവേശ്വരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് സവിനയം സമർപ്പിക്കുന്നു.